കാത്തിരിപ്പിന് വിരാമിട്ടുണ്ട് ഭാവനയുടെ 90ാമത്തെ ചിത്രമായിട്ടുള്ള അനോമിത തിയേറ്ററിലോട്ട് എത്തുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ചിത്രത്തിലെ ആദ്യ ഷോ റിവ്യൂകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളികൾ ഇതുവരെ കാണാത്ത പക്വതയുള്ളത് ബോൾഡുമായിട്ടുള്ള ലുക്കിൽ ഭാവന എത്തുന്ന കഥാപാത്രമാണ് അനോമിയുടേത്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന ടീസറിനും ട്രെയിലറിനും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈക്കോ കില്ലർ നടത്തുന്ന കൊലപാതകങ്ങളും അത് പിന്തുടരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും കഥ പറയുന്ന ചിത്രമാണ് അനോമി എന്നാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് വേണ്ട എല്ലാ നിഗൂഢതകളും ആക്ഷൻ രംഗങ്ങളും ടീസറിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഭാവനയ്ക്കൊപ്പം തന്നെ പഴയ സൂപ്പർ സ്റ്റാർ റഹ്മാൻ കൂടി ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ ഈ ഒരു സിനിമ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചേക്കാം. നവാഗതനായ റിയാസ് മരാത്താണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഒരു സാധാരണ കുറ്റേഷണ സിനിമ എന്നതിലുപരി പാരൽ അന്വേഷണത്തിന്റെ സാധ്യതകളെയും ചിത്രം ക്രിയേറ്റീവായിട്ട് തന്നെ പറയുന്നുണ്ട്. സാറ എന്ന് പറയുന്ന ഫോറൻസിക് അനലിസ്റ്റ് ആയിട്ടാണ് ഭാവന ഈ ഒരു സിനിമയ്ക്കായിട്ട് എത്തുന്നത്. എന്തൊക്കെയാണ് വമ്പൻ താരനിരയുടെ ചിത്രത്തിനായിട്ട് അണിയിരക്കുന്നുണ്ട്. ബിനു പപ്പു, വിഷ്ണു അഗസ്ത്യ, അർജുൻ രാജ്, ഷെബിൻ ബെൻസൺ, ദൃശ്യരഘുനാഥ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ചിത്രത്തിലെത്തുന്നുണ്ട്. ചിത്രം ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഒരു ബുക്കിംഗ് ഒന്നും ചിത്രത്തിന് തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും മികച്ച അഭിപ്രായങ്ങൾ ഒരുപക്ഷെ സ്വന്തമാക്കാൻ സാധിച്ച അനോമി എന്ന് പറയുന്ന സിനിമ കത്തിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ആദ്യ ഷോ റിവ്യൂകളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഭാവന കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള അനോമി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.